ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹം. അതായത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥ. ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരുപാട് കാലം ഇങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് വഴിവെക്കും. പലപ്പോഴും നമുക്ക് സൈലന്റ് അറ്റാക്ക് വരാം, അതുപോലെ കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം. ഇങ്ങനെ നമുക്ക് ഡയബറ്റിസിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഒരു മുറിവ് വന്ന് പഴുത്ത് വ്രണമാകുക, ഇങ്ങനെ പലതരത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ നോക്കാം. അത് മാത്രമല്ല, എപ്പോഴും നമുക്ക് കൺട്രോളിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. പണ്ടൊക്കെ ഒരുപാട് പ്രായം കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ആൾക്കാർക്ക് പ്രമേഹം കൂടി കണ്ടുവരുന്നുണ്ട്. പലർക്കും ജനിക്കുമ്പോൾ തന്നെ പ്രമേഹ രോഗികളാവുന്നവരുണ്ട്. അതുപോലെ ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ പ്രമേഹ രോഗികളാവുന്നുണ്ട്. ഇതിന്റെ കാരണം പലതാണ്. പ്രമേഹം പ്രധാനമായിട്ട് നമുക്ക് രണ്ട് തരത്തിലുണ്ട്: ടൈപ്പ് 1 ഡയബറ്റിസ്, അതുപോലെ ടൈപ്പ് 2 ഡയബറ്റിസ്. ഇതിലെ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഇൻസുലിൻ ഒട്ടും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം പാൻക്രിയാസ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതും ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ പൊതുവെ തുടക്കത്തിൽ അവഗണിച്ച് കളയുന്നവയാണ്. നമുക്ക് പൊതുവെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. ഒരുപാട് നാൾ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു അസുഖം മാറാതെ വരുമ്പോൾ അത് ചികിത്സിക്കുമ്പോഴായിരിക്കും പലപ്പോഴും പ്രമേഹം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ. പക്ഷേ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളെ നമ്മൾക്ക് നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാനും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാനും കഴിയും. അപ്പോൾ ഈ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല. പ്രമേഹത്തിൻ്റെ ആണെങ്കിലും BP-യുടെ ആണെങ്കിലും ആദ്യ ലക്ഷണങ്ങളൊക്കെ പൊതുവെ നമ്മൾ തള്ളിക്കളയുന്നവയാണ്. അതല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തവയാണ്. പക്ഷേ സമയത്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല ആരോഗ്യപ്രദമായ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇതിൽ ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നും. പ്രത്യേകിച്ച് രാത്രിയിൽ ഉറങ്ങാതെ മൂത്രമൊഴിക്കാൻ തോന്നും. ഓരോ തവണ മൂത്രമൊഴിക്കുമ്പോഴും ഒരുപാട് ക്വാണ്ടിറ്റി യൂറിൻ പോകും. ഇതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാം. ഈ യൂറിനറി ഇൻഫെക്ഷൻ കൂടാതെ ഈ ഭാഗത്തുണ്ടാകുന്ന ഫംഗസ് ബാധകൾ, മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഈ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, വെളുത്ത പൊടി പോലെയുള്ള ഇൻഫെക്ഷൻസ്, ഇതൊക്കെ നമുക്ക് പ്രമേഹത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യണം. രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ശരീരം ഇത് മൂത്രത്തിലൂടെ പുറന്തള്ളാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കിഡ്നി കൂടുതൽ ഈ ഒരു ഗ്ലൂക്കോസിനെ ഫിൽട്ടർ ചെയ്തെടുത്ത് മൂത്രത്തിന്റെ അളവ് കൂടി. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വിശപ്പ്. എത്ര ഭക്ഷണം കഴിച്ചാലും വിശപ്പ് തീരില്ല. രാത്രിയിൽ പോലും വിശന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന അവസ്ഥ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് എനർജി കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. എന്നാൽ പ്രമേഹ രോഗികളിൽ ഈ കോശങ്ങൾക്ക് വേണ്ട രീതിയിൽ ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിശപ്പ് എപ്പോഴും കൂടി വരും. എന്നാലോ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടുകയുമില്ല. മൂന്നാമത്തെ ലക്ഷണം എപ്പോഴും ദാഹം തോന്നുക, തൊണ്ടയും വായയും ഒക്കെ ഉണങ്ങി വരണ്ടിരിക്കുക. രാത്രിയിലൊക്കെ ഇങ്ങനെ തൊണ്ട വരണ്ട് എണീറ്റിട്ട് വെള്ളം കുടിക്കാൻ തോന്നും. ഒരുപാട് വെള്ളം കുടിക്കും, അത് കഴിഞ്ഞ് പോയി മൂത്രമൊഴിക്കും, വീണ്ടും വെള്ളം കുടിക്കുക, മൂത്രമൊഴിക്കുക, ഇങ്ങനെ ഉറക്കമില്ലാതെ വെള്ളം കുടിക്കുക, മൂത്രമൊഴിക്കുക, ഈ ഒരു പ്രോസസ്സ് മാത്രമായിട്ട് മാറും. ഇതൊക്കെ രാത്രിയിൽ പകൽ സമയത്തേക്കാൾ കൂടുതലാവുകയും ചെയ്യും. കാരണം ഇങ്ങനെ രക്തത്തിലെ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കിഡ്നി ഇത് മൂത്രത്തിലൂടെ പുറന്തള്ളാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ശരീരത്തിലെ ജലാംശം മുഴുവൻ വലിച്ചെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ദാഹം കൂടുകയും ചെയ്യും, മൂത്രത്തിന്റെ അളവും കൂടി. ഇനി നാലാമത്തെ ലക്ഷണം, പെട്ടെന്ന് ഭാരം കുറഞ്ഞ് ശരീരം വല്ലാതെ മെലിയുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിശപ്പ് കൂടും, അതുപോലെ ഭക്ഷണം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് വേണ്ടത്ര എനർജി കിട്ടുകയില്ല. ഇങ്ങനെ എനർജി കിട്ടാതാവുമ്പോൾ നമ്മുടെ ഭാരം കുറഞ്ഞു വരും. അതിനനുസരിച്ച് ശരീരം വല്ലാതെ മെലിയും. പെട്ടെന്ന് അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാൾ പെട്ടെന്ന് മെലിഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രമേഹത്തെ സംശയിക്കണം. അഞ്ചാമത്തെ ലക്ഷണം, സ്കിൻ ഉണങ്ങി വരണ്ടിരിക്കുക, ഡ്രൈ സ്കിൻ. ഇങ്ങനെ എപ്പോഴും നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും വെറുതെ ചൊറിച്ചിൽ തോന്നുക, പ്രത്യേകിച്ച് അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും സ്കിൻ എപ്പോഴും ഡ്രൈ ആവും, എന്നിട്ട് വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞു വരും. ഇങ്ങനെയുണ്ടെങ്കിലും നമ്മൾ
പ്രമേഹമുണ്ടോ എന്ന് നോക്കണം. ആറാമത്തെ ലക്ഷണം, ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാതിരിക്കുക. ചെറിയൊരു മുറിവാണെങ്കിൽ പോലും പെട്ടെന്ന് ഉണങ്ങാതെ ഒരുപാട് സമയമെടുക്കും. അതല്ലെങ്കിൽ ഓരോ ചെറിയ മുറിവും പെട്ടെന്ന് പഴുക്കും. ഇങ്ങനെയാണെങ്കിലും നമ്മൾ പ്രമേഹമുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം പ്രമേഹത്തെ തിരിച്ചറിയുന്നത്. ഏഴാമത്തെ ലക്ഷണം, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. പക്ഷേ പ്രമേഹ രോഗികളിൽ നിന്ന് ഈ ഒരു ഗ്ലൂക്കോസ് ആവശ്യത്തിന് എനർജി ആയിട്ട് മാറാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ഊർജം കിട്ടുകയില്ല. ഇങ്ങനെ കിട്ടാതാവുമ്പോൾ ശരീരം പതുക്കെ പതുക്കെ അതിൻ്റെ ഫങ്ഷൻസിന് വേണ്ട എനർജി കിട്ടാതെ ആവുമ്പോൾ ക്ഷീണിച്ചു വരും. ഒന്നും ചെയ്യാൻ ഉഷാറില്ലാതെ എപ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ ഒരു അസുഖവും ഇല്ലെങ്കിൽ പോലും വെറുതെ ക്ഷീണം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ ചെക്ക് ചെയ്യണം. ഇനി എട്ടാമത്തേത്, കാഴ്ച മങ്ങുക. അതായത് പെട്ടെന്ന് നടക്കുമ്പോഴെല്ലാം കണ്ണിരുട്ടടയ്ക്കുക. പൊതുവെ ആദ്യത്തെ അത്ര കാഴ്ച നമുക്ക് കണ്ണിന് ഇല്ലെന്ന് തോന്നുക. ഒരു കാര്യം വായിക്കാനാകുമ്പോൾ കാഴ്ച പെട്ടെന്ന് മങ്ങിപ്പോവുക, കണ്ണിരുട്ടടയ്ക്കുക. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഷുഗർ ലെവൽ ചെക്ക് ചെയ്യണം. കാരണം ഒരുപാട് നാൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിരുന്നു കഴിഞ്ഞാൽ അത് പതിയെ നമ്മുടെ ഞരമ്പിനെയൊക്കെ ബാധിക്കും. ഇങ്ങനെ കണ്ണിന്റെ കാഴ്ചയെ ബാധിച്ചേക്കാം. ഒൻപതാമത്തെ ലക്ഷണം, കൈക്കും കാലിനും ഒക്കെ അനുഭവപ്പെടുന്ന തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ പിടിക്കുമ്പോഴെല്ലാം കൈക്ക് പെട്ടെന്ന് തരിപ്പ് വരിക, മരവിപ്പ് വരിക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷുഗർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒരുപാട് നാൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിരുന്നു കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവുക. എന്നാലും ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ആദ്യം കാണുന്നത് ക്ഷീണം, ശരീരം മെലിച്ചിൽ, അമിതമായിട്ടുള്ള വിശപ്പ്, ദാഹം, ഒരുപാട് തവണ മൂത്രമൊഴിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ്. ഇതാണ് തുടക്കത്തിൽ കാണുന്നതെങ്കിലും പലപ്പോഴും നമ്മളിത് അവഗണിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ ലെവൽ ചെക്ക് ചെയ്യണം. ഇനി ഇതിൽ ഒരു ലക്ഷണം മാത്രമാണെങ്കിൽ പോലും ഷുഗർ ലെവൽ ചെക്ക് ചെയ്യണം. ഇനി ഇതൊന്നും കാണുന്നില്ലെങ്കിൽ പോലും പാരമ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരു തവണയോ 6 മാസം കൂടുമ്പോൾ ഒരിക്കലോ നിങ്ങളുടെ ഷുഗർ ലെവൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് ഈ പ്രമേഹത്തെ ഒരു നിശബ്ദ കൊലയാളി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇത് കൂടിയിരുന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. പിന്നീട് നമുക്ക് അതിൽ നിന്നൊരു തിരിച്ചു വരവ് വളരെ പ്രയാസം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്